മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വൈജ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിയോട് യാത്ര പറയാൻ വരികയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങും അമ്മ, അലീന എന്ന് പറയുന്ന ആ നശൂൽ അവിടുന്ന് പോയിട്ടുണ്ട്, ഇനി എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയാണ്, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലേ, അവിടെ പോയി മര്യാദയ്ക്ക് ജീവിക്കണം, ബാലചന്ദ്രനോട് മക്കളോട് ആവശ്യമില്ലാതെ വഴക്കിടാനൊന്നും നിൽക്കല് എന്ന് പറയാണ്. അപ്പോൾ എന്നെ വൈജ പറയുന്നുണ്ട്, ഇനി അത് എൻ്റെ കുടുംബം തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. ആ നശൂൽ അവിടെ നിന്ന് അങ്ങ് പോയല്ലോ, പിന്നെ അവൾ പോകുന്നതിന് മുമ്പ് ഒരു ബോംബ് പൊട്ടിച്ചിട്ട് അമ്മ പോയെന്ന് പറയുകയാണ്. അതെന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. 23 വർഷത്തിന് മുമ്പ് ഞാൻ ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ചല്ലോ, ആ ജീവിതം കൂടെ ഓർക്കണമെന്ന് എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ട് അവൾ പോയെന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, അവൾ പറഞ്ഞാൽ എന്താ തെറ്റ്, അത് നീയല്ലേ മറന്നത്, എന്നാലും ആ കാര്യങ്ങളൊക്കെ അവളെങ്ങനെ അറിഞ്ഞ്, അമ്മ പറഞ്ഞാണോ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ ആരായിരിക്കും പറഞ്ഞത്? ഇനി എൻ്റെ ആങ്ങളമാർ അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, എന്നെ അങ്ങനെ അവർ ഒറ്റിക്കൊടുക്കത്തൊന്നുമില്ല എന്ന് വൈജ പറയുകയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശി പറയാണ്, എന്തായാലും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ബാലചന്ദ്രൻ്റെ അടുത്തെങ്ങാനും ഈ കാര്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയുന്നുണ്ട്, എന്തായാലും ബാലചന്ദ്രനൊന്നും അറിഞ്ഞിട്ടില്ല, ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ബഹളവും വെച്ച് എന്നെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേനെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ അറിഞ്ഞില്ല എന്ന് പറയാണ്. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അങ്ങനെ അങ്ങ് സമാധാനിക്കണ്ട, അവൾ അവിടെ നിന്ന് പോയെങ്കിലും അവരെല്ലാവരുമായിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കും, അപ്പോഴും അവൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അവളിപ്പം മാന്യമായിട്ടല്ലേ അവൾ പോയത്, ഒരു കാര്യവും ചെയ്തില്ല, നിന്നെ വേണമെങ്കിൽ അവൾ വരച്ച വരെ നിർത്തായിരുന്നു, നിന്നെ ഭീഷണിപ്പെടുത്തി ബാലചന്ദ്രനോട് പറയുമെന്നും പറഞ്ഞു, പക്ഷെ അവൾ അങ്ങനൊന്നും ചെയ്യാതെ മാന്യമായിട്ടല്ലേ പോയത്. അപ്പോൾ വൈജ പറയണം, എന്തായാലും ആ നശൂൽ അങ്ങ് പോയല്ലേ, എവിടെയെങ്കിലും പോയി ചത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത പറയല്ലേ എന്നും പറഞ്ഞിട്ട് അടിക്കാൻ കൈ ഒഴുങ്ങുകയാണ്. അപ്പോൾ ഉടനെ വൈജ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നത്, ഞാൻ അവളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തിനാ ഇത്ര വേദനിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, നിൻ്റെ നാക്കിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് വൈജയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആ നശൂൽ എൻ്റെ ജീവിതം നശിപ്പിച്ചതുപോലെ അതാർക്കും കാണിയും വേണ്ട, അവളാരെയും കുറ്റപ്പെടുത്തിയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും അലീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വൈജ. പക്ഷെ മുത്തശ്ശിക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം വൈജ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഈ സമയത്ത് ബാലചന്ദ്രനും ഇനിയും കൂടെ കുളത്തൂപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. അപ്പം യാത്രയിലിടയ്ക്ക് ബാലചന്ദ്രൻ അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ വല്ല കഴിക്കാനോ കുടിക്കാനോ വേണമെന്ന് ചോദിക്കുകയാണ്. ഒന്നും വേണ്ട. അങ്ങനെ ബാലചന്ദ്രൻ ഒരു പാലത്തിൻ്റെ സൈഡിലോട്ട് ഒരു നദിയുടെ കരയിലേക്ക് വണ്ടി ഒതുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നിർത്തിയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യം മോളോട് പറയാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടെ ഇറങ്ങുവാണ്. അങ്ങനെ ബാലചന്ദ്രൻ കുറച്ച് ആലോചിച്ച് നിൽക്കുന്ന കാണുമ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, സ്റ്റാൻലി ജോസഫ്, ഈ പേര് നിന്നോട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും പറഞ്ഞതായിട്ടൊരു ഓർമ്മ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ചോദിച്ചെന്ന് ചോദിക്കുകയാണ്. വെറുതെ ചോദിച്ചതാണ്, കുറച്ച് നാളിന് മുമ്പ് മോളോട് ഞാൻ ചോദിച്ചായിരുന്നു, അലീന സ്റ്റാൻലി ആണോ അലീന ബാലചന്ദ്രനാണോ നല്ലതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സ്റ്റാൻലിയെ ഞാനിപ്പം കണ്ടപ്പം സ്റ്റാൻലി പറയുക, സ്റ്റാൻലിയുടെ അമ്മയെ പോലെ ഇരിക്കുക മോളെന്ന്. അപ്പം അലീന ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം മോൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ, സ്റ്റാൻലി ജോസഫാണ് മോളുടെ അച്ഛൻ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ ഞെട്ടുവാണ്. അച്ഛനോട് ഇത് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. മോള് വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പം നിനക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് തോന്നി, അപ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയ ഒരു സ്ഥലം നിൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്താണ്. അപ്പം അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നേരെ ഗംഗാധര അങ്കിളിൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നി, അവിടെ പോയി നീലഗിരി പോയി, അവിടെ പോയി അങ്കിളിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം സ്റ്റാൻലിയെ കണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എന്തോ പറഞ്ഞ് മോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് മോള് പോവുകയാണെന്ന്, മോളെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. അപ്പം അയാൾക്ക് 2-3 ദിവസം ആലോചിക്കാൻ സമയം വേണം. ആലോചിച്ചതിന് ശേഷം അയാൾ എന്നെ വിളിച്ച് മറുപടി പറഞ്ഞെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഞെട്ടലോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് മറുപടി അച്ഛനോട് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. മോളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. ഇത് കേൾക്കുമ്പോൾ അലീന ഞെട്ടുന്നുണ്ട്. അപ്പം അച്ഛാ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണം. ഇനി ഒരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട്, നമ്മൾ ഈ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്, കുളത്തൂപ്പുഴയിലുള്ള സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്കെന്ന് പറയാണ്, മോളുടെ അച്ഛൻ്റെ അടുത്തേക്ക് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഞെട്ടുന്നുണ്ട്. അപ്പം അലീന എന്ന് പറയാണ്, അച്ഛാ എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമില്ല, ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് പറ്റത്തില്ല, പോയേ പറ്റൂ, ഇത്രയും കഷ്ടപ്പെട്ട് സ്റ്റാൻലിയുടെ വീടും സ്ഥലവും കണ്ടെത്തിയത് വെറുതെയല്ല, നിനക്ക് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാനുള്ള സ്ഥലം ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് നിന്നെ പറഞ്ഞു വിടാൻ തയ്യാറായത്.
അപ്പോഴും അലീന പറയുന്നുണ്ട്, ഇല്ലച്ചാ ഞാൻ അങ്ങോട്ടില്ല, അമ്മയെ തിരക്കി വന്ന് എന്നിട്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്, അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ അച്ഛനെ തിരക്കി ഞാൻ ഒരിക്കലും പോകത്തില്ലെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് പറ്റത്തില്ല മോളെ, നെടുമ്പുരക്കിൽ നീ ഇറങ്ങിയ സ്ഥിതിക്ക് നീ ഇനി നിൻ്റെ അച്ഛൻ്റെ അടുത്തിട്ട് തന്നെ പോകണം, അവിടെ തന്നെ പോകണം. ഇങ്ങനെ ഒരു മകളുള്ള കാര്യം ഞാൻ അയാളെ അറിയിച്ചിട്ടുണ്ട്, അയാൾ മോളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് മോള് പോയേ പറ്റത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പം അലീന താല്പര്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലച്ചാ എനിക്ക് പോകാൻ താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അവസാനം അലീനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അവിടെ തന്നെ കൊണ്ടാക്കും, നീ അവിടെ തന്നെ ജീവിക്കണം, നീ എന്തിനു മാറി നിൽക്കണം, നീ എന്ത് തെറ്റ് ചെയ്തവരെല്ലാം സന്തോഷത്തോടെ അങ്ങനെ കഴിയാൻ പാടില്ല, നീ അവിടെ തന്നെ താമസിക്കണം, അയാൾക്ക് നിന്നെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്, പിന്നെ നീ എന്തിനു വിഷമിക്കണം, മറ്റുള്ള ഒരു കാര്യവും നീ നോക്കണ്ട, നീ ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ് ഞാൻ കൊണ്ടാക്കുന്നത്, അവിടെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ അച്ഛനെ വിളിക്കാം, അച്ഛൻ ഓടിയെത്തും, നിൻ്റെ കൂടെ എപ്പോഴും ഈ അച്ഛനുണ്ടെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് എന്നും പറഞ്ഞ് സങ്കടത്തോടെ കരയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളൊന്നും ഒരു തരത്തിലും വിഷമിക്കണ്ട, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ, അതുകൊണ്ട് നീ ഒരു തരത്തിലും വിഷമിക്കണ്ട, ഞാൻ സ്റ്റാൻലി അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ വിഷമിപ്പിക്കലെന്ന്, ഒരു കാര്യത്തിൽ സങ്കടപ്പെടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ കൈ പിടിച്ചുകൊണ്ടൊന്ന് കാറി കയറ്റിയാണ്. അലീനയ്ക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് അലീനയും ബാലചന്ദ്രൻ തിരിക്കുകയാണ്. അപ്പം അലീനയ്ക്ക് എന്തോ മനസ്സിൽ നല്ല സങ്കടമുണ്ട്, ഒരു താല്പര്യമില്ല, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ ഒരു ആകപ്പാട് ടെൻഷനുണ്ട്. അച്ഛന് അവിടെ സ്റ്റാൻലിക്ക് വേറൊരു കുടുംബം കാണും, അവരിനി പുതിയ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. അപ്പോഴും കാറിലിരിക്കുമ്പോൾ ബാലചന്ദ്രൻ സമാധാനിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ എല്ലാത്തിനും ഈ അച്ഛനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ കുളത്തൂപ്പുഴയിലെത്തുകയാണ്, സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്. അങ്ങനെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പം തന്നെ അലീന ഇങ്ങനെ ഞെട്ടി നിൽക്കണം, അത്രയ്ക്ക് വലിയ വീട്. സ്റ്റാൻലിയുടെ സാമ്രാജ്യത്തിലേക്ക് അലീന വരികയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഒരു അത്ഭുതത്തോടെ അലീന ഇറങ്ങുന്നുണ്ട്, കൂടെ ബാലചന്ദ്രനും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അകത്തുനിന്ന് കുറേ പട്ടികൾ ഓടി വരുന്നുണ്ട്. പക്ഷേ ഓടി വന്ന പട്ടികളെല്ലാം അലീനയുടെയും ബാലചന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമാവുന്നുണ്ട്. അലീന ഒന്നും ചെയ്യുകയോ കുരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാ പട്ടികളും അവിടെ വന്ന് അലീനയുടെയും ബാലചന്ദ്രൻ്റെ അടുത്തിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അകത്താണെങ്കിൽ സ്റ്റാൻലി ആൻ്റപ്പനോട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ പുറത്ത് വന്നത്. അപ്പം സ്റ്റാൻലി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അലീനയും ബാലചന്ദ്രനും കൂടെ കയറി വരുന്നുണ്ട്. അലീന പെട്ടെന്ന് ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ട്. ഒരത്ഭുതത്തോടെ സ്റ്റാൻലിയും നോക്കുന്നുണ്ട്. സ്റ്റാൻലിയും അതേപോലെ അലീനയെ ഇങ്ങനെ ദയനീയമായും സങ്കടത്തോടെ നോക്കുന്നുണ്ട്. തൻ്റെ മോളെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ സ്റ്റാൻലി നോക്കുന്നുണ്ട്. അലീനയ്ക്കും ആ ഒരു വിഷമമുണ്ട്. ബാലചന്ദ്രൻ നല്ല വിഷമത്തിൽ നിൽക്കുകയാണ്, തൻ്റെ മകളെ വിട്ടു കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. സ്റ്റാൻലി ആണെങ്കിൽ അലീനയെ ചേർത്ത് നിർത്തണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട്, പക്ഷേ ആൻ്റപ്പൻ നിൽക്കുന്നു. അതിൻ്റെ ഒരു വിഷമത്തിലും സ്റ്റാൻലി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയെന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അതെ, രാവിലെ തന്നെ ഇറങ്ങി എന്ന് പറയാണ്. 3 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ടല്ലോ, അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ വീണ്ടും ഇടയ്ക്ക് അലീനയെ തന്നെ നോക്കുന്നുണ്ട്. തൻ്റെ മകള് തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് തൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അത്ഭുതത്തോടെ അലീന ഇങ്ങനെ നോക്കുകയാണ്. അലീനയും അതേപോലെ തൻ്റെ അച്ഛനെ ഈ ജന്മത്ത് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. തൻ്റെ അച്ഛനെ കണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെ ഇരിക്കുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ തൻ്റെ മകളെ സ്റ്റാൻലി പിടിച്ചെടുക്കുകയാണെന്നുള്ള ഒരു വേദനയിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്.